നമുക്ക് ഈ കിച്ചണിൽ നിന്ന് നമുക്ക് ഇനി കുറച്ച് വീണ്ടും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഞാൻ പിന്നെ കയറി വന്നപ്പോൾ ശ്രദ്ധിച്ച വേറൊരു നല്ല സ്പേഷ്യസ് ആയിട്ട് കുറെ വെട്ടമൊക്കെ ഉള്ള ഒരു സ്പേസ്. യു ഷുഡ് വീടിൻ്റെ ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നതന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ നമ്മൾ തന്നെയാണ് അത് വരച്ചുണ്ടാക്കിയിരിക്കുന്നത്. ഓ, അപ്പം ഇങ്ങനൊരു സ്ഥലത്ത് വന്നിട്ട് നിങ്ങൾ ജനലും വാതിലൊക്കെ ഇടുങ്ങിയതാണെങ്കിൽ പിന്നെന്തിനാ ഇങ്ങനെയുള്ള സ്ഥലത്ത്? ഇങ്ങനെയുള്ള സ്ഥലത്തിന് നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യണമെങ്കിൽ യു ഷുഡ് ഹാവ് ലാർജ് വിൻഡോസും. അതിപ്പോൾ ബെഡ്റൂമിൽ നോക്കിയാൽ കാണാം, വലിയ വിൻഡോസ് ആയിരിക്കും. അതല്ലേ പറയുന്നത്, നേച്ചറായിട്ട് ഇഫ് യു ലൈക്ക് ഇറ്റ് ഹാവ് ദറ്റ് വിസിബിലിറ്റി ഓൾസോ എന്നുള്ളതാണ്. അതെ അതെ. എന്തായാലും ഇവിടുന്ന് നോക്കുമ്പോഴും സാറിന് വേണ്ട പച്ചപ്പ് ഭയങ്കര കൃത്യമായിട്ട്. ഞാൻ ഇവിടെ അങ്ങനെ ഇരിക്കാറില്ല. ഇല്ലേ? എന്റെ എല്ലാം മുകളിലാണ്. എല്ലാം മുകളിലാണ്. നമ്മളിവിടെ പരിപാടി കഴിഞ്ഞാൽ മുകളിലായിരിക്കും. ഈ ടി വി ഒക്കെ വെച്ച് കാണാറുണ്ടോ? ഇതൊന്നും ഞാൻ കാണില്ല. ഇല്ലല്ലേ? സ്വാഭാവിക എല്ലാ വീട്ടിലും ഉള്ളതുപോലെ ടി വി വെറുതെ ഇത് വൈഫ് ഇവിടെ ഇരുന്നിട്ട് കാണും. ഞാനവിടെ മുകളിൽ ഹോം തിയേറ്ററിലാണ്. നമുക്ക് ഇവിടെ താഴെ ഒരു പരിപാടി ഇല്ലല്ലേ? ചാപ്പാട് കഴിക്കാൻ മാത്രം പോലും. എനിക്കൊന്ന് കൊറേ ദൈവങ്ങളുടെ ഫോട്ടോസും കാര്യങ്ങളും ഉണ്ടെന്ന് തോന്നല്ലേ? ഇതെന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും അമ്പലത്തിലെ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നതാണോ എല്ലാം? ഈ താഴെ ഇരിക്കുന്നതോ? ഏതാ ഇത്? ഇത് ഭയങ്കര മറ്റേ തിരുപ്പതി അല്ലേ? അത് ഹൈദരാബാദിലൊരു കോളേജില് ഇനോഗ്രേഷൻ പോയപ്പോ കിട്ടിയതാണ്. നമ്മളിങ്ങനെ കേറി വരുമ്പോ ഭയങ്കര ഒരു ശ്രദ്ധിക്കുന്നുണ്ടത്. ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഈ മഴക്കാലം ആയതുകൊണ്ട് അതർവൈസ് വിൻഡോസ് ഈ പറഞ്ഞ പോലെ തന്നെ വലിയ വിൻഡോസ് ആയിരിക്കും. കിടക്കുമ്പോഴും യു ഷുഡ് ഹാവ്. അപ്പുറത്തേക്ക് ഒരു ബാൽക്കണി ഉണ്ട്, കേറിക്കോളൂ. പക്ഷെ എന്താ വെച്ചാൽ ഇതാണ് ഒരു പ്രസന്റബിൾ അല്ല എന്ന് ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്. കാരണം മഴക്കാലം ആയി കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും നമുക്ക് തുണി ഉണക്കിയെടുക്കാൻ വഴിയൊന്നുമില്ലല്ലോ. പിന്നെ മുകളിലത്തെ ബെഡ്റൂം ഉണ്ടാലും അറിയാം, അതേപോലെ തന്നെയാണ് എല്ലാ ബെഡ്റൂമുകളും ഇവിടുത്തെ ഇതേപോലെ തന്നെ. പക്ഷെ ഇത് ചെറുതാണ്. ഓൺലി യു വിൽ ഫൈൻഡ് ബിഗ് റൂംസ്. എൻ്റെ മാസ്റ്റർ ബെഡ്റൂം എന്നൊക്കെ പറയുന്നത് അത് കുറച്ച് വലുപ്പമുണ്ടായിരിക്കും. അപ്പൊ ഇനി മോളിക്ക് വന്നു. എന്തായാലും ഇവിടെ ഇതിനകത്ത് നല്ല വെട്ടമുണ്ട് കേട്ടോ. കുറേ ജനാലകള്, കുറേ വെട്ടം. ഇവിടെ ഒരു കണ്ണാടി. അത് കൈ കഴുകാൻ വരുന്നവർക്ക് വായില് അവിടെ ഇവിടെ പറ്റൊന്നും ഇല്ല എന്നുള്ളത് കാണാൻ വേണ്ടി കണ്ണാടി വെച്ച് കൊടുക്കണം. അപ്പൊ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ടല്ലേ? അത് ബെഡ്റൂം, അത് ബേസിക്കലി എന്റെ വൈഫിന്റെ ഡെന്നാണ്. ഇപ്പൊ വൈഫിന്റെ അമ്മയാണ് ഇപ്പൊ അവിടെ. പക്ഷെ ഇതെന്താ സാർ, ഇത് വെറുതെ വുഡൻ പീസസ് വെച്ചിട്ട്? ബേസിക്കലി ഇത് വാതിലായിരുന്നു, ഓപ്പൺ ആയിരുന്നു. ഇവിടെ വാതിലുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് കയറി വന്ന നേരെ ഹാളിന്ന് ഇങ്ങോട്ട് വരുന്നത് നേരെ പോവാം. അപ്പം എൻ്റെ ഒരു സിസ്റ്റർ ഉണ്ട്, നിങ്ങളൊക്കെ കേട്ടാണിരിക്കും, ഫാൻസിയുടെ ഒക്കെ എക്സ്പെർട്ടാണ്, ചിത്ര ഹാൻസൺ എന്ന് പറഞ്ഞു. ഫേസ്ബുക്കിലൊക്കെ എല്ലാ സൺഡേയിലും ഒരു സ്റ്റോറിയൊക്കെ ഉണ്ട്. അവളൊരു പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞു, വലിയട്ടാ ഈ വാസ്തുപ്രകാരം വരുന്ന വഴിക്ക് നേരെ കോണി കാണാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പുറത്തുണ്ടായിരുന്ന ഇതെടുത്ത് ഇവിടെ എൻട്രി ഉണ്ടായിരുന്നില്ല, അതെടുത്തിട്ട് ഇങ്ങോട്ട് വെച്ച് അതങ്ങ് തുറന്നു കൊടുത്തു. അങ്ങനെയാണ് ഒരു വാതിൽ അടച്ചപ്പോ നമ്മൾ ഒരു വാതിൽ തുറന്നു. നമുക്ക് സാറിന്റെ ഞാൻ ഫ്രണ്ടിൽ പോകാനോ? സാർ വെക്കോ, എനിക്ക് ഇവിടുത്തെ ഈ വീട്ടില് വിദേശത്തെ വഴി എനിക്കറിയില്ല. സാറിന് പിന്തുടരാം, അതായിരിക്കും കുറച്ച്. നമ്മുടെ മിലിറ്ററി ലൈഫിൽ ഈ ഓണം പരിപാടികളൊക്കെ എങ്ങനെയായിരുന്നു? മിലിറ്ററിയിലത്തെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മലയാളി ഏതെങ്കിലും യൂണിറ്റിലുണ്ടെങ്കിൽ ആ യൂണിറ്റ് മുഴുവൻ ഓണം ആഘോഷിക്കും. കാരണം അവിടെ ഒരു മലയാളിയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഓണം ആഘോഷിക്കാതിരിക്കില്ല. നല്ല രീതിയിൽ ഓണാഘോഷമൊക്കെ ഉണ്ടാവും. നമുക്ക് എങ്ങനെയാലും അവനെ കൊണ്ട് അറിയാവുന്ന രീതിയിലുള്ള ഫുഡൊക്കെ, നാടൻ ഫുഡൊക്കെ റെഡിയാക്കി മറ്റുള്ളവരുടെ ഹെൽപ്പ് ഉണ്ടായിരിക്കും. സാമ്പാറും ഇതൊക്കെ അവർ മാനേജ് ചെയ്യും, ഒരു സദ്യ പോലെയൊക്കെ ആക്കും. ഓവറിൻ്റെ ആ ഒരു ഫീല് എന്നുള്ളതാണ്. എന്നിട്ട് അന്ന് അവിടെ മലയാളീസ് മുഴുവൻ മുണ്ടൊക്കെ ചുറ്റിക്കൊണ്ടുവരും. ഒരു മലയാളം ഫീല് കിട്ടും അവിടെ. ഓണം എന്നും ഒരാഘോഷം തന്നെ, മറ്റുള്ളവന്മാർക്കും ആഘോഷം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സൗത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടിയെന്നുള്ളതുണ്ടല്ലോ. മറ്റെന്നും ഈ ചപ്പാത്തിയും റൊട്ടി ആകുമ്പോൾ അതിനൊരു മാറ്റം ഉണ്ടായിരിക്കും. പിന്നെ ആസ് യൂഷ്വൽ വഞ്ചിക്കളി, എന്താണ് വഞ്ചിപ്പാട്ടും വള്ളംകളിയും ഇതൊക്കെ പാട്ടും കൂത്തൊക്കെ ഉണ്ടായിരിക്കും അവിടെ. ആണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെ പട്ടാളക്കാർ അത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലൈഫ് ഒന്നും ഓണത്തിനില്ല. അപ്പൊ വഞ്ചിപ്പാട്ടൊക്കെ ഉണ്ടോ? നമുക്ക് എല്ലാം ഉണ്ടായിരിക്കും. പിന്നെന്താ അവിടെ നിങ്ങൾ ആദ്യം ഈ പട്ടാളക്കാരെ കുറിച്ചുള്ള ഈ കൺസെപ്റ്റ് മാറ്റണം അല്ലേ? ബിക്കോസ് പട്ടാളം എന്ന് പറയുന്നത് അവർ മനുഷ്യന്മാരാണ്.
അതിനുള്ളിലൊരു കലാകാരനുണ്ട്, അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ഒരു കമാൻഡോ സിനിമാ ഡയറക്ടറായിട്ടും അഭിനയക്കാരനായിട്ടും വരണമെങ്കിൽ അത് അന്നും ഉണ്ടായിരുന്നു അത് മനസ്സിനകത്ത്. അപ്പം ഇത് രക്തത്തിലുള്ളവർ തന്നെ ആയിരിക്കും എല്ലാവരും. പിന്നെ ചിലത് സ്വരം നന്നാവില്ല, ചിലത് നന്നായിട്ട് പാടും, നന്നായിട്ട് അഭിനയിക്കും, ചിലവന്മാർ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ എഫേർട്ട് ഇടും. ചിലപ്പോൾ അത് ബോറായിരിക്കും, ചിലപ്പോൾ രസമായിരിക്കും. പക്ഷേ എല്ലാവരുടെ ഉള്ളിലും ആ കലാകാരനുണ്ട്. അപ്പോൾ അതൊരു ഓണമാണെങ്കിലും ശരി, ഒരു ക്രിസ്മസ് ആണെങ്കിലും ശരി, ദീപാവലിക്കും ഹോളിക്കും എല്ലാം പട്ടാളക്കാർ അവരുടേതായിട്ടുള്ള സന്തോഷങ്ങൾ കണ്ടെത്തുന്നത് ആ സമയത്താണ്. കാരണം അവർക്ക് ഹോളി ദിവസം ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടി വരുമായിരിക്കും, ഓണത്തിൻ്റെ ദിവസം ഓപ്പറേഷൻ വേണ്ടി വരുമായിരിക്കും. അപ്പം പിന്നീട് അത് ഓണമായിട്ട് ആഘോഷിക്കുന്ന ദിവസമാണ് അവൻ്റെ ഓണം, അല്ലെങ്കിൽ ആ ദിവസമാണ് അവൻ്റെ ദീപാവലി. നമ്മൾ ഫ്രീ ആയിട്ട് ആഘോഷിക്കുന്ന എന്താണോ അന്ന് ഓണമാണ്, അന്ന് ദീപാവലി. ഈ ഏരിയ ഭയങ്കര കളർഫുൾ ആണ് അല്ലേ? ഇത് കളർഫുൾ, ഭയങ്കര കളർഫുൾ. നേരെ കാണുന്നത് ആരാത് അല്ലേ? ആരാത്? അത് 2 ലെജൻസ്, 3 ലെജൻസ്. മമ്മൂക്കാന്റെ ഇതുപോലുള്ളൊരു ഫോട്ടോ കിട്ടിയില്ല എനിക്ക്. കാരണം ഈ വീട് പണി നടക്കുന്ന സമയത്ത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇതിങ്ങനെ ഇത് കുറച്ചുകൂടെ മുകളിൽ കയറ്റി നടുക്കിൽ വെച്ച് മമ്മൂക്കാന്റെ കൂടെ വെച്ച് 3. പക്ഷെ മമ്മൂക്കാന്റെ അവിടെ ഉള്ളത് അത് പിന്നീടാണ്. അത് പിന്നീടാണ് കിട്ടിയത്. അതിലെ ഫോട്ടോ അങ്ങനെ ബ്രൈറ്റും അല്ല അത്. പക്ഷേ ഇത് വരച്ചതാണല്ലേ? ഒറിജിനൽ ഫോട്ടോ അതിനെ വരയ്ക്കുന്നതാണ് അത്. ഇതൊരു ഷൂട്ടിംഗ് ലൊക്കേഷന്റെ. ഇതോ? അത് ഞാൻ മസ്കറ്റിൽ എനിക്കൊരു അവാർഡ് ഉണ്ടായിരുന്നു. അന്ന് അമിത്ജി ആയിരുന്നു അവിടുത്തെ ചീഫ് ഗസ്റ്റ്, ഒരു ഫിലിം ഫെസ്റ്റിവൽ മസ്കറ്റിൽ. അപ്പൊ അവിടെ ഞങ്ങൾക്ക് ഡിന്നറിന്റെ ടേബിളാണ് പറയുന്നത്. ഹോട്ടലിൽ വെച്ചിട്ടാണ് അമിത്ജി എന്നെ കാണുന്നത്. അപ്പൊ ഞങ്ങൾ പടം ചെയ്തിട്ടില്ല, പടത്തിന്റെ എല്ലാം സൈനായി. അവൻ എങ്ങനെ നോക്കി, ഞാൻ പറഞ്ഞു യെസ് സർ, ഐ ആം മേജർ രവി. അപ്പൊ അതിന്റെ ആ ഒരു ചിരിയായിരുന്നു. പറഞ്ഞിട്ട് അതാണ് ആ മൂപ്പര് നല്ല ബ്രൈറ്റ് ആയിട്ട് ചിരിക്കുന്നുണ്ട്. ഇവിടെ ഒരാളുടെ ഫോട്ടോ ഒരു കുഞ്ഞുവാവായിട്ടിരിക്കുന്നത് അങ്ങ് മറഞ്ഞു പോയില്ലോ. അത് ഇതെല്ലാം കൂടെ ഇങ്ങനെ വന്നപ്പോ അങ്ങനെ പോയി. അത് കുഞ്ഞുവാവ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മൈ ബ്രദേഴ്സ് ഡോട്ടർ. കണ്ണൻ പട്ടാമ്പി എന്ന് പറയുന്ന അവന്റെ മകളാണത്, അവന്റെ അനിയന്റെ മോളാണത്. സോ ഷീസ് വെരി ഫോണ്ട് ഓഫ് മീ. ആ ഒരു ഫോട്ടോ, അതിന്റെ വേറൊരു എക്സ്പ്രസീവ് ഫോട്ടോ കൂടെ കാണുന്നുണ്ട്. ഇത് കണ്ട ഈ ഫോട്ടോ കണ്ടോ? കാൻഡിഡേറ്റ് ഒരു കുട്ടി വന്നിട്ട് കംപ്ലൈന്റ് പറയുന്നതാണ്, അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ അവൾ കണ്ടിട്ടുള്ള ഇന്നലെ അതുണ്ടായി ആ ഒരു എക്സ്പ്രഷൻ അത് കറക്റ്റ് ആയിട്ട് ക്യാമറമാൻ പിടിച്ചിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ ആയിരുന്നു. നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് കേൾക്കുകയാണ്, അവളും ഭയങ്കര സീരിയസ് ആയിട്ട് പരാതി പറയാ. അതാണ്. അപ്പൊ ആ ഒരു ഇന്നസെൻസിന്റെ ഒരു സൈഡും ഇപ്പുറത്ത് റെസ്പോൺസിബിലിറ്റിയുടെ ഒരു ഫേസും. അതാണ് എന്റെ മുഖത്ത് എന്താണ് ഇപ്പൊ പറയുന്നത്. ഇങ്ങോട്ട് നോക്കുമ്പോ ഒരുപാട് ഫുള്ള് മെമ്മറീസ് അല്ലേ? നമ്മള് ഫോട്ടോഗ്രാഫ്സ് പറയുന്നതിനെക്കാട്ടി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ മെമ്മറീസ് എന്ന് പറയുന്നതായിരിക്കും അല്ലേ? ഇപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫോട്ടോസ് ഞാൻ ഒന്നും ലൈനായിട്ട് ചെയ്തിട്ടില്ല, ആണി അടിച്ച് അങ്ങനെ ഇങ്ങനെ വെച്ചു. അതാ എനിക്ക് അങ്ങനെ ഒരു ഫീല് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലൈനപ്പായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡിസിപ്ലിൻ ആയിട്ട് തോന്നും. പക്ഷെ ഇതെല്ലാറ്റിനും അകത്തും ഒരു കഥയുണ്ട്. ഓരോ ഫോട്ടോസിനും മോളിൽ നിന്ന് തൊട്ടിട്ട് താഴത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാറ്റിലും ഒരു കഥയുണ്ട്. വെട്ടമല്ലേ അത്? വെട്ടം, മറ്റേ ദിലീപിന്റെ പടം. 21 വയസ്സ് വരെ കഷ്ടകാലാണെന്ന് പറഞ്ഞു, പിന്നെ അതങ്ങ് ശീലായിക്കോളും. ആ ഷോട്ടല്ലേ അത് ആ സമയത്തുള്ളത്? ഓക്കെ. അവിടെ ഒരു സന്യാസി നമ്മുടെ ഒറ്റപ്പാലം, എന്താണെങ്കിൽ പേര് അവർ മരിച്ചുപോയി, കുട്ടി പ്രണവ് മോഹൻലാൽ. അതിനാണ് അപ്പൂന് അവാർഡ് കിട്ടിയത്, സ്റ്റേറ്റ് അവാർഡ്. ആ ഫിലിമില് ഇതില് പുനർജനി എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് നാരായണത്ത് ഭ്രാന്തന്റെ കഥ പറഞ്ഞു കൊടുക്കുന്ന സന്യാസിയും അത് ശ്രദ്ധിച്ചു കേൾക്കുന്ന പ്രണവ്, അതാണ് പ്രണവ് മോഹൻലാൽ. അത് ഞങ്ങളുടെ അവിടെ നാട്ടില് തിരുമറ്റക്കോട് അമ്പലത്തിന്റെ അടുത്താണ് ചെയ്തിരിക്കുന്നത്. ലാലേട്ടനൊക്കെ വന്നു കഴിഞ്ഞാൽ ജനറലി യു വിൽ ഫൈൻഡ് ഹിം ഓൺ ദാറ്റ് ചെയറിൽ. പിന്നെ മൂപ്പര് ഇരിക്കില്ല, മൂപ്പര് ഇങ്ങനെ റെസ്റ്റ്ലെസ് ആയിരിക്കും. വന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ നോക്കി ഇവിടെ തന്നെ ആയിരിക്കും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഗാദറിംഗ് ഏരിയ ഇതാണ് ഫ്രീ ആയിട്ടുള്ള. ഒഫീഷ്യൽ ആയിട്ടുണ്ടെങ്കിൽ അത് വേറെ സ്ഥലമുണ്ട്, ഇത് റിലാക്സ് ആയിട്ട്. ഒഫീഷ്യൽ ആയിട്ടാണെങ്കിൽ അപ്പുറത്തേക്ക് ഉള്ളില്
AC ഒക്കെ ഓൺ ചെയ്ത് പതുക്കെ അതിൻ്റെതായിട്ടുള്ള ഡിസ്കഷൻ നടക്കും. അപ്പം അതിനകത്ത് പലതും നോട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരിക്കും. അതിൻ്റെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ നമ്മുടെ സോഷ്യൽ ഗാദറിങ് അതെല്ലാം. ലാലേട്ടൻ ഇവിടെ വരുമ്പോ കുക്ക് ചെയ്യാറൊക്കെ ഉണ്ടോ? ലാലേട്ടൻ ഇവിടെ വന്നാൽ കുക്ക് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ഇല്ല. കാരണം ലാലേട്ടൻ കുറെ സംഭവം വേണം കുക്ക് ചെയ്യണമെങ്കിൽ. സാധനങ്ങളൊക്കെ ആയി പിന്നെ അത് ഇത് അതൊന്നും എൻ്റെ അടുത്തില്ല. ഞാനാണെങ്കിൽ ഈറ്റിങ്ങിൽ വളരെ മോശമാണ്. എനിക്ക് ശാപ്പാട് എന്ന് പറഞ്ഞാൽ വളരെ മിനിമൽ കഴിക്കാൻ. എന്നിട്ട് തന്നെ ഇപ്പോഴത്തെ വയറ് വന്നില്ല. അതന്നെ എനിക്ക് കാണാൻ വയ്യ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. പറ്റുന്നില്ല. അത് കുറയ്ക്കാനുള്ളതെല്ലാം നടക്കുന്നുണ്ട്.